നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ നിങ്ങളുടെ നാളെ. നിങ്ങളുടെ നാളെയിൽ നാം പ്രതിപാദിക്കുന്ന ദിനം നാളെ 2026 ജൂൺ മാസം 2-ാം തീയതി, അതായത് 1201 ഇടവ മാസം 19-ാം തീയതി മംഗളവാരം ചൊവ്വാഴ്ച. നാളെ ചൊവ്വാഴ്ച സൂര്യോദയം കാലത്ത് 6:04, അസ്തമയം വൈകിട്ട് 6:38 തൃശ്ശൂരിൽ. നാളത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം. ചൊവ്വാഴ്ച 3 മുതൽ 4:30 വരെയുള്ള സമയമാകുന്നു രാഹുകാലം. നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ ആ 1.5 മണിക്കൂർ ദൈർഘ്യ സമയം അനുഷ്ഠിക്കാറുണ്ട്. നാളത്തെ തിഥി കറുത്തപക്ഷത്തിലെ ദ്വിതീയ തിഥിയാകുന്നു. കറുത്തപക്ഷം 5-ാം തീയതി വരെ ചന്ദ്രൻ ബലവാനാണ്. അപ്രകാരം തന്നെ അമാവാസി കറുത്തവാവ് കഴിഞ്ഞ് വെളുത്തപക്ഷം 5-ാം തീയതി വരെ ചന്ദ്രൻ ദുർബലനുമാണ്. ഈ 5 തിഥികളിൽ 1-ാമത്തെ തിഥി പ്രതിപദം എന്ന ആദ്യത്തെ തിഥി പ്രഥമ, അപ്രകാരം ചതുർത്ഥി 4-ാമത്തെ തിഥി, അത് വളരെയധികം സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും, വെളുത്തപക്ഷത്തിലായാലും കറുത്തപക്ഷത്തിലേതായാലും. നാളത്തെ നക്ഷത്രം മൂലം നക്ഷത്രമാണ്. കറുത്തപക്ഷത്തിലെ മൂലം നക്ഷത്രത്തിന് പാദദോഷങ്ങളുണ്ട്, പക്ഷേ ഇവിടെ തുടങ്ങിയിട്ട് മാത്രമേ ഉള്ളൂ. അതിനാൽ മൂലം നക്ഷത്രം വലിയ ദോഷമില്ല. പക്ഷേ വാങ്ങാനും കൊടുക്കാനും പറ്റാത്ത നക്ഷത്രമാണ് മൂലം നക്ഷത്രം. നിങ്ങൾക്കറിയാം, 6 നക്ഷത്രങ്ങൾ ജ്യോതിശാസ്ത്രപ്രകാരം വാങ്ങാറില്ല, കൊടുക്കാറില്ല. കൃത്രിമ ഭാഗ്യം മൂലാശ്ച മകാ ചിത്രാച്ച രേവതി. കാർത്തിക ഭാഗ്യമെന്നാൽ ഉത്രം, മൂലം മകം ചിത്ര രേവതി. ആദാതവ്യം ന ദാതവ്യം, വാങ്ങരുത് കൊടുക്കരുത്. തച്ഛേഷന്തി വിനശ്യതി, അതിനെ ബാക്കി പോലും നശിച്ചു പോകുമെന്നാണ് പറയുന്നത്. അതിനാൽ വാങ്ങൽ കൊടുക്കൽ കർമ്മങ്ങൾക്ക്, വാങ്ങുക കൊടുക്കുക മുതലായ വിഷയങ്ങൾക്ക് നാളത്തെ ദിനം അനുകൂലമല്ല എന്ന് അറിയുക. നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് 12:05 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയുള്ള സമയം ശുഭകാര്യങ്ങൾക്കായി വാങ്ങൽ കൊടുക്കൽ ഒഴിച്ചുള്ള കർമ്മങ്ങൾക്ക് സമയം കണ്ടെത്താവുന്നതാണ്. നാളെ നിർബന്ധമായി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ സന്ദർശിക്കേണ്ട ക്ഷേത്രം നാഗക്ഷേത്രമാണ്. സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ സന്ദർശിക്കാം, കാരണം ചൊവ്വാഴ്ചയാണ്. അപ്രകാരം തന്നെ നാഗക്ഷേത്ര ദർശനം, കാരണം മൂലം നക്ഷത്രത്തിലെ അധിപനായ ഗ്രഹം കേതുവാണ്. അശ്വതി മകം മൂലം. കേതു ആരാകുന്നു? രാഹുവിൻ്റെ വാലാകുന്നു. അതിനാൽ നാളെ അടുത്തുള്ള സർപ്പക്ഷേത്ര ദർശനം വളരെ നല്ലതാണ്. ആയില്യപൂജ, സർപ്പബലി, അപ്രകാരം തന്നെ നവഗ്രഹത്തിൽ കേരളത്തിന് ഊരിലുള്ളവർക്ക് രാഹുകേതു അർച്ചന ചെയ്യാം നവഗ്രഹത്തിൽ. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളത്തെ ദിനത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.